പനക്കലച്ചനോട് ചോദിക്കാം എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതം സങ്കീർണങ്ങളായ പ്രശ്നങ്ങളാൽ വഴിമുട്ടി നിൽക്കുമ്പോൾ സ്വാന്തനമായി പനക്കലച്ചൻ നമ്മോടൊപ്പം. അച്ഛനെ ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാൻ അനേകം കത്തുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ തിരഞ്ഞെടുത്ത ഒരു കത്ത് ഇപ്പോൾ വായിച്ച് പനക്കലച്ചൻ നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. പ്രിയപ്പെട്ട വിഷമത്തോടെയാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ജേക്കബിനെ എന്നും ഏറെ വിശ്വസ്തനായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. 1 വർഷം മുൻപ് 6 മാസം അവധിക്ക് എന്ന് പറഞ്ഞ് 35 ലക്ഷത്തോളം രൂപ കടമായി എന്നിൽ നിന്ന് വാങ്ങി. ധാരാളം ഭൂസ്വത്തുക്കളുള്ള എന്നും വിശ്വസ്തയോടെ ഇടപെട്ടിരുന്ന അവന് പണം നൽകുന്നതിൽ എനിക്ക് യാതൊരു ഉത്കണ്ഠയുമില്ലായിരുന്നു. ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് എന്നും പറഞ്ഞാണ് ആ തുക അയാൾ വാങ്ങിയത്. എന്നാൽ പണം വാങ്ങിയതിൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ എന്നോടുള്ള സൗഹൃദത്തിന് കോട്ടം തട്ടുകയും അയാളെ കണ്ടുമുട്ടാൻ തന്നെ ബുദ്ധിമുട്ടാവുകയും ചെയ്തു. എന്നും പള്ളിയിൽ വന്നിരുന്ന അയാൾ പള്ളിയിൽ വരാതെയായി. മൊബൈലിൽ വിളിച്ചാൽ കട്ടാക്കുന്ന അനുഭവങ്ങൾ. അയാളുടെ വീട്ടിൽ അന്വേഷിച്ച് ചെന്നാൽ കണ്ടുകിട്ടാൻ സാധിക്കാത്ത അവസ്ഥ. മക്കളുടെ കാര്യങ്ങൾക്ക് ചിലവാക്കേണ്ട പണമെടുത്ത് വിശ്വസ്തനല്ലാത്ത സുഹൃത്തിന് കൊടുത്തതിൽ എന്നോട് കലഹിക്കുന്ന ഭാര്യയും മക്കളും. ഇന്ന് എനിക്ക് മനസ്സമാധാനമില്ല. വിശ്വസിച്ച സുഹൃത്ത് ചതിച്ച മനോവിഷമത്തിൽ കഴിയുന്നു. എൻ്റെ പണം തിരിച്ചു കിട്ടാൻ ഞാൻ എന്താണ് അച്ഛൻ ചെയ്യേണ്ടത്? അച്ഛൻ്റെ വിലയേറിയ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് ഐസക് പാല. ഐസക്കിൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായ ഒരു വേദനാജനകമായ ഒരവസ്ഥ, തൻ്റെ സുഹൃത്തിന് അല്പം പണം കൊടുക്കാൻ ഇടയായ ഒരു സാഹചര്യം, അതിലൂടെ താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു ഭയചിന്ത ഐസക്കിനെ ചൂഴ്ന്ന് ഇരിക്കുന്നു. അപ്പോൾ ആ വേദനയിൽ നിന്നാണ് ഈ കത്ത് ഐസക്ക് എഴുതിയിരിക്കുന്നത്. ഐസക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ 35 ലക്ഷം രൂപ ജേക്കബ് എന്ന് പറഞ്ഞ സഹോദരന് വായ്പയായിട്ട് കൊടുത്തു എന്നാണ് ഐസക്ക് പറയുന്നത്. അങ്ങനെ ഒരു പ്രവൃത്തി ഈ ഐസക്ക് ചെയ്യുമ്പോൾ അത് ഒരു നല്ല മനസ്സുകൊണ്ട് ഞാനങ്ങോട്ട് ചെയ്തു എന്നൊക്കെ പുറമേ പറയാമെങ്കിൽ പോലും ഇവിടെ ഈ കത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, ഇതിന് പിന്നിൽ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനമുണ്ട്. നമ്മളത് നമ്മുടെ പൊട്ടത്തരത്തിനും മണ്ടത്തരത്തിനും ചെയ്തു എന്ന് നമ്മൾ പറയുന്നുവെങ്കിലും തലയിലെ മുടിനാല് പോലും നിലത്ത് വീഴുന്ന അറിയുന്ന ദൈവം, ആ ദൈവം അറിയാതെ ഒരു കാര്യവും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു കാര്യം ഈ ജേക്കബ് ചെയ്യുമ്പോൾ, ഐസക്ക് ചെയ്യുമ്പോൾ, അത് ചെയ്യാനായിട്ട് പുള്ളിക്ക് നല്ല പ്രേരണ. കാരണം മറ്റേ ആൾക്ക് ഭൂസ്വത്തുണ്ട്, ബാങ്കിലിടുന്ന പോലെ സുരക്ഷിതമാണ് എന്നൊക്കെയുള്ള ഒരു അറിവ്, അതിനെക്കുറിച്ച് സംശയമില്ലാത്ത വണ്ണമുള്ള അവസ്ഥ, ഇതൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഐസക്ക് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, ഇതിന് പിന്നിൽ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം നമ്മൾ കാണുക എന്നുള്ളതാണ് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടുവാനുള്ള ഒരു മാർഗം. അപ്പോൾ ദൈവം എന്തുകൊണ്ട് ഇത് അനുവദിച്ചു
എന്ന് വേണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ അതായത് ചോദിക്കാം. ഈ 35 ലക്ഷം രൂപ കൊടുക്കാനുള്ള പ്രചോദനം എന്തിന് ദൈവം തന്നു എന്നാ അതെ, സംശയം. പ്രചോദനം നൽകി. അത് കൊടുക്കുന്നതിന് മുമ്പ് ഒരു അല്പം പോലും ഒരു സംശയം ഉണ്ടാകാത്ത വണ്ണം അതെല്ലാം ഭദ്രമാക്കി ആ പ്രവൃത്തി നടത്തുവാൻ ഉള്ള വളരെ സുഖകരമായ ഒരവസ്ഥ ദൈവം എന്തുകൊണ്ട് അനുവദിച്ചു. കർത്താവിന് വേണമെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെപ്പോലും അറിയുന്ന ദൈവം വേണമെങ്കിൽ തടസ്സപ്പെടുത്താൻ സാധിക്കും പല രീതിയിൽ. പക്ഷേ ദൈവം അത് അങ്ങനെ തടസ്സപ്പെടുത്താനായിട്ട് പോയില്ല. അതിന് കാരണം സമ്പത്തിനെ സംബന്ധിച്ച ചില ശരിയായ കാഴ്ചപ്പാടുകൾ ഐസക്കിന് ഉണ്ടാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിന് കാരണം ഒന്ന്, ഐസക്കിന് ഇരിക്കുന്ന പണം ഐസക്കിനും ഭാര്യയ്ക്കും കൊച്ചിനും അവകാശപ്പെട്ടതാണ്. സ്വന്തം പണമല്ല. സ്വന്തം പണമല്ല. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ പണം ഞാനുണ്ടാക്കിയ പണം എന്ന നിലയിലാണ്. ഭാര്യയോട് ചോദിക്കുന്നില്ല, മക്കളെ അറിയിക്കുന്നില്ല. അങ്ങനെ എടുത്ത് ഒരു കാര്യം ചെയ്യുകയാണ്. അത് ഭാര്യയോടും കുട്ടികളോടും ചെയ്യുന്ന വലിയ ഒരു തെറ്റാണ്. ആ ഗൗരവമായ തെറ്റിനെക്കുറിച്ച് ഐസക്ക് പശ്ചാത്തപിക്കുന്നില്ല. ഐസക്ക് ഈ ജേക്കബിൻ്റെ വിശ്വസ്തത അതിൽ സ്വഭാവത്തിൽ മാറ്റം വന്നിരിക്കുന്നു എന്ന് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. താൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് ഒരു തരി പോലും ഐസക്ക് പശ്ചാത്തപിക്കുന്നില്ല. ഇത് എൻ്റെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും കൂടി അവകാശമാണ്. അതുകൊണ്ട് അവരുമായി ഒരുമിച്ചിരുന്ന് ഇങ്ങനൊരു കാര്യം ഞാൻ ചെയ്യാൻ പോവുകയാണ് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതുപോലൊരു അബദ്ധത്തിൽ ചെന്ന് ഐസക്ക് വീഴുകയില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഐസക്ക് സ്വന്തം കുടുംബത്തെ വഞ്ചിക്കുകയാണ് ആദ്യം ചെയ്തിട്ടുള്ളത്. അതെ, തന്നെയുമല്ല, അത് ഇപ്പോൾ ഐസക്ക് ഇതിനകത്ത് നമ്മൾ മൊത്തം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഈ ജേക്കബിന് ഒത്തിരി ഭൂസ്വത്തൊക്കെ ഉണ്ട്, അവൻ കാശുകാരനാണ്, അവനൊരു ബിസിനസ്സിൽ പണം ഇറക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ഈ പൈസ അവന് കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പലിശയൊക്കെ പറഞ്ഞു കാണും. പിന്നെ അത് എടുത്തിനകത്ത് കാണുകയില്ല, ചുമ്മാ ആരെങ്കിലും പൈസ കൊടുക്കുകയല്ലോ. അപ്പോൾ അതുവഴി അവനൊരു നേട്ടമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഐസക്കിന് അതുവഴി ഒരു സന്തോഷവും ഞാനായിട്ടാണ് അവന് ഇതൊക്കെ നേടിക്കൊടുത്തത് എന്നൊക്കെയുള്ള ചിന്തയൊക്കെ ഉണ്ടാവും. അങ്ങനെ തൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും കിട്ടാത്ത ഒരു സ്വകാര്യ സന്തോഷം ഇതിൽ നിന്ന് ഐസക്ക് നേടിയെടുക്കുകയാണ്. അത് ദൈവം അനുവദിച്ചിട്ടില്ല. കുടുംബത്തിൽ എപ്പോഴും കുടുംബത്തിലെ അംഗങ്ങളുമായി ഒരുമിച്ചിരുന്ന് അവരെയും കൂടി ചേർത്ത് മാത്രമേ വാസ്തവത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അവരെ അവോയ്ഡ് ചെയ്തിട്ട് തൻ്റെ മാത്രമായ അല്ലെ തൻ്റെ ബുദ്ധി കൊണ്ടും തൻ്റെ കഴിവുകൊണ്ടും താൻ നേടിയെടുക്കുന്ന അങ്ങനെ ഒരു സ്വന്തമായ ഒരു പരിപാടിയില്ല. ഞാനിപ്പോൾ ആലോചിക്കുക, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മ, അപ്പൻ ഗൾഫിലാണ്, പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 10 ലക്ഷം എടുത്തിട്ട് ഒരു കൂട്ടുകാരത്തിക്ക് കൊടുത്തു. ആ കൂട്ടുകാരത്തി തിരിച്ചു കൊടുത്തില്ല. അവസാനം അച്ഛൻ വന്നപ്പോൾ ഈ അമ്മ സൂയിസൈഡ് ചെയ്തു. എന്ന് വെച്ചാൽ അച്ഛൻ പറഞ്ഞ പ്രിൻസിപ്പിള് വളരെ അടിസ്ഥാനമാണ്. അതായത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലേ, ഫാമിലി പ്രോപ്പർട്ടി ഉള്ളു. ഐസക്ക് ചിന്തിക്കുന്നത്, ഞാൻ എൻ്റെ വൈഫിനോട് ചോദിക്കുകയാണെങ്കിൽ അവിടെ ഒരിക്കലും സമ്മതിക്കുകയില്ല. ഇല്ല ഇല്ല ഇല്ല. അപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ എനിക്ക് ഐസക്കിൻ്റെ പ്രീതി കിട്ടിയല്ല, അല്ല ജേക്കബിൻ്റെ പ്രീതി കിട്ടില്ല. അപ്പം അതുകൊണ്ട് ഭാര്യ അറിയാതെ കൊടുക്കുന്നു. പക്ഷെ ഇവിടെ അതല്ല. ഈ ഐസക്കിൻ്റെ മനസ്സിൻ്റെ വളർച്ചയ്ക്കൊപ്പം ഭാര്യയുടെ മനസ്സും വളരണം. അത് വളരണമെങ്കിൽ ഇതുപോലെയുള്ള ചർച്ചകൾ, ആലോചന ചോദിക്കൽ, അങ്ങനെ ഇതിലൂടെയാണ് ഭാര്യയെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇത് ഭാര്യയെ വളർത്തുകയല്ല ചെയ്യുന്നത്, ഭാര്യയെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് ഇവിടെ വന്ന വളരെ ഗുരുതരമായ ഒരു തെറ്റാണ് സംഭവിച്ചത്. ആ തെറ്റിനെക്കുറിച്ച് ഐസക്ക് ദൈവസന്നിധിയിൽ പശ്ചാത്തപിക്കണം. രണ്ടാമതായിട്ട്, സമ്പത്തിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ് എന്നുള്ള ബോധം ബൈബിൾ നമുക്ക് തരുന്നുണ്ട്. കാരണം നമ്മളൊന്നും കൊണ്ടുവരുന്നില്ല, ദൈവമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ പണമാണ്
എന്നുള്ള ബോധം ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് ഒന്ന് ആലോചന ചോദിക്കും, ഞാനിത് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ ഈ ഐസക്ക് എന്തിനു വേണ്ടിയാണ് കൊടുത്തത്? അയാൾക്ക് സാമ്പത്തികമായിട്ട് അതിന് ബുദ്ധിമുട്ടുണ്ടായിട്ട് കൊടുത്തതല്ല. അയാൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കടന്ന് വിഷമിച്ചിട്ട് ദാനം ചെയ്തതല്ല. ഇത് അയാളുടെ ഉള്ളിലെ മോഹം ആണ്. അയാൾക്ക് ആവശ്യത്തിന് ഭൂസ്വത്തുണ്ട്. അയാളുടെ ഉള്ളിലെ മോഹമാണ് എന്തെങ്കിലും ബിസിനസ് ചെയ്യുക എന്നുള്ളത്. ആ ബിസിനസ് ചെയ്യാനായിട്ട് പുള്ളിക്കാരൻ്റെ കയ്യിൽ പുള്ളി പണം എടുക്കുന്നില്ല. പുള്ളി കയ്യിൽ അതിനുള്ള പണമില്ല. വേറൊരാളുടെ പണത്തെ കേന്ദ്രമാക്കിയാണ് അയാളുടെ ബിസിനസ് സാമ്രാജ്യം പുള്ളി പണിതുയർക്കുന്നത്. തൻ്റെ പണത്തിൽ പുള്ളി തൊടുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ മോഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഐസക്ക് ഈ സംഭാവന ചെയ്തിരിക്കുന്നത്. അത് ഐസക്കിൻ്റെ വേറൊരു മോഹം. ഇത്രയും നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇതിൻ്റെ ഉടമസ്ഥൻ ഒരിക്കലും ഐസക്കല്ല, ദൈവമാണ്. ദൈവത്തിന് പണം ഉപയോഗിക്കുമ്പോൾ ദൈവത്തോടൊന്ന് ആലോചന ചോദിക്കണം, ദൈവത്തിന് ഇത് ഇഷ്ടമാണോ? ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു മഹത്വം ദൈവത്തിന് ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ്. അത് ചെയ്യാതെ ഐസക്ക് ഇങ്ങനെ തൻ്റെ ഒരു ഇഷ്ടമനുസരിച്ച് ഒരു പൊട്ടത്തരം കാണിക്കുകയാണ്. മൂന്നാമതായിട്ട് എന്തായാലും ഇപ്പോൾ ഒരു തടസ്സം വന്നിരിക്കുകയാണ്. ഈ തടസ്സം എന്നത് അത് ഒരു അതൊരു വിദ്യാലയമാണ്. ആ വിദ്യാലയത്തിൽ നിന്ന് എങ്ങനെയാണ് പണം ആർക്കാണ് കൊടുക്കേണ്ടത്, അത് എങ്ങനെയാണ് ഒരു കുടുംബനാഥൻ ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങൾക്ക് ഒരു പരിശീലനം ഇപ്പോൾ ഐസക്കിന് കിട്ടുകയാണ്. ഒരു പരിശീലനം കൊടുക്കുകയാണ്. അപ്പം ഈ വിദ്യാലയത്തിൽ നിന്ന് ഒരു അറിവിൻ്റെ ഡിഗ്രി കിട്ടണമെങ്കിൽ ഏത് വിദ്യാലയത്തിൽ പഠിക്കണമെങ്കിലും ഫീസുണ്ട്. അതിന് താൻ മുടക്കേണ്ടി വന്ന ഫീസായിട്ട് കണക്കാക്കിയാൽ മതി 35 ലക്ഷം രൂപ. കാരണം അതിൽ നിന്നൊരു വലിയൊരു അറിവ് ഇപ്പോൾ ഐസക്കിന് കിട്ടിയിട്ടുണ്ട്. ആ ജ്ഞാനത്തിന് വില കൊടുക്കണം. ആ വിലയായിട്ട് 35 ലക്ഷം രൂപ കണക്കാക്കുക. പിന്നെ അടുത്തത് പറയാനുള്ളത്, എന്തായാലും ദൈവത്തിന് ഇതിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ സമ്പത്തിൻ്റെ ഉടമസ്ഥൻ ദൈവമാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന് ആ സമ്പത്ത് തന്ന തമ്പുരാനും നന്ദിയും സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കണം. 2, ഭാര്യയെ മറച്ചു വെച്ചുകൊണ്ട് ഈ സംഭവമൊക്കെ ഭാര്യയും പിള്ളേരും അറിയാത്ത വിധത്തിൽ നീങ്ങുന്ന ആ സമീപനം മാറ്റിവെച്ച് എളിമയോടുകൂടി ഭാര്യയും പിള്ളേരോട് ഇരുത്തി, എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ അബദ്ധം വന്നിട്ടുണ്ട്, ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല എന്നുള്ള കാര്യം എളിമയോടുകൂടി ആ കുടുംബനാഥൻ ആ കുടുംബത്തിൽ അങ്ങനെ അറിയിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ തയ്യാറായി കഴിഞ്ഞാൽ ദൈവത്തിന് അത്ഭുതകരമായി ഇടപെട്ട് അത് മുടക്കിത്തരാനായിട്ട് സാധിക്കും. അതിൻ്റെ ആ നഷ്ടമൊക്കെ പരിഹരിച്ചു തരാനായിട്ട് ദൈവത്തിന് നിഷ്പ്രയാസം സാധിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് പിന്നെ അടുത്തത് പിന്നെയുള്ളത്, ഇപ്പോൾ ഐസക്കിന് ജാക്കബിനോട് കുറേശ്ശെ വെറുപ്പും ഇവൻ ഒരു ചതിയനാണ് എന്നുള്ള ചിന്തയെല്ലാം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയാകണമെന്നില്ല. കാരണം ഇയാൾ ബിസിനസ്സിൽ പണം ഇറക്കി കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം ലാഭം ഉണ്ടാകുമെന്നുമില്ലല്ലോ. അതിൻ്റേതായ സമയമെടുക്കും. അപ്പം അതുകൊണ്ട് ഇയാൾ ആ പൈസ ചോദിക്കുമ്പോൾ ഇപ്പോൾ കൊടുക്കാനില്ലാത്തത് കൊണ്ട് പിന്നെ തന്നുകൊള്ളാം എന്ന് പറയാൻ മാനസിക വിഷമത ഉള്ളതുകൊണ്ട് പുള്ളി ചോദിക്കാനുള്ള സാഹചര്യത്തെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നടക്കുന്നു. അങ്ങനെ ഒരു അർത്ഥം ഇതിനുണ്ട്. അപ്പം അതുകൊണ്ട് ഈ
ജേക്കബിനെ കുറ്റം വിധിച്ചുള്ള ചിന്ത തലേന്ന് കളഞ്ഞ് 35 ലക്ഷം രൂപയുടെ പേരിൽ ജേക്കബെ നീയും ഞാനും തമ്മിലുള്ള ബന്ധം ഞാനൊരിക്കലും പൊട്ടിക്കുകയില്ല എന്നുള്ള ഒരു ഉന്നത സ്നേഹത്തിലേക്ക് ജേക്കബ് വളർന്നാൽ ദൈവത്തിൻ്റെ ഹിതം അവിടെ വെളിപ്പെടാൻ തുടങ്ങും. അപ്പം അതുകൊണ്ട് അല്പം പണത്തിൻ്റെ പേരിൽ, അല്പമല്ല വലിയൊരു തുകയാണ്, പക്ഷേ എങ്കിലും നീ അത് ഇതിൻ്റെ പേരിൽ ജേക്കബ് എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ ബന്ധം, അവിടെയുള്ള സൗഹൃദം, സ്നേഹം ഞാനൊരിക്കലും തകർക്കുകയില്ല എന്ന ഒരു തീരുമാനം എടുക്കുവാൻ ഐസക്ക് തയ്യാറാകുക. സ്നേഹമുള്ളവരെ, കടം വാങ്ങിച്ച് ചതിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ ദുഃഖമാണ് ഇതിൽ വിവരിച്ചിരിക്കുന്നത്. ഈ കത്ത് വായിച്ചിട്ട് പനക്കലച്ചന് പറയാനുള്ള ആദ്യത്തെ കാര്യം, ഈ ഐസക് എന്ന് പറയുന്ന വ്യക്തി ചെയ്തിട്ടുള്ള 2-3 തെറ്റുകളുണ്ട്. ഒന്ന്, വിവാഹിതനായി കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിൻ്റെ കൂടി സ്വത്താണ് കയ്യിലുള്ള സ്വത്ത് എന്ന് ഓരോരുത്തരും തിരിച്ചറിയണമെന്നാണ് അച്ഛൻ പറയുന്നത്. അതുകൊണ്ട് ഭാര്യയെയും മക്കളെയും അറിയിക്കാതെ അവർക്ക് കൂടി അവകാശപ്പെട്ട സമ്പത്താണ് വളരെ ലാഘവത്തോടെ ഐസക്ക് കൈകാര്യം ചെയ്തത്. ആ തെറ്റ് ആദ്യം തന്നെ അംഗീകരിക്കണം. രണ്ടാമതായിട്ട് അച്ഛൻ പറയുന്നത്, ഈ സമ്പത്ത് നമ്മുടെ കയ്യിൽ എന്ത് കഴിവുണ്ടെങ്കിൽ, എന്ത് സമ്പത്തുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് അത് വിനിയോഗിക്കുമ്പോൾ ദൈവത്തോട് കൂടി ചോദിച്ചിട്ട് വേണം ഇത്ര വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇത്ര വലിയ പ്രവൃത്തികൾ ചെയ്യാനായിട്ട്. ഇപ്പം നമ്മുടെ മുമ്പിൽ വരുന്ന ഒരാൾ 500 രൂപ കടം ചോദിച്ചു, അല്ലെങ്കിൽ മരുന്നിന് കൊടുത്ത്, അതുപോലത്തെ ഒരു സംഭവമല്ല ഇത്. അപ്പോൾ മാത്രമല്ല, അച്ഛൻ പറയുന്നത് ഐസക്കിൻ്റെ ഉള്ളിൽ ഈ വ്യക്തിയെ സഹായിച്ച് അതിൽ നിന്നൊരു നേട്ടം ഉണ്ടാകുമ്പോൾ വ്യക്തിപരമായിട്ടൊരു സന്തോഷം അനുഭവിക്കാനുള്ള ഒരു സ്വാർത്ഥതയും ഇതിൻ്റെ പിറകിലുണ്ടാകാം എന്നാണ് അച്ഛൻ പറയുന്നത്. അതുകൊണ്ട് ഈ 2 തെറ്റ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അംഗീകരിക്കുക എന്നതാണ് ജേക്കബ് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു തെറ്റ് ജേക്കബിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ എളിമപ്പെടാനായിട്ട് ജേക്കബ് തയ്യാറാവണം. ഇവിടെ ഈ കത്തിൽ ഭാര്യ കലഹിക്കുന്നു എന്ന് പറഞ്ഞ് ഭാര്യയെയും കുറ്റപ്പെടുത്താണ്. അപ്പോഴാണ് അച്ഛൻ പറയണത്, അവരുടെ മുമ്പിൽ പറയണം, നിങ്ങളോട് ചോദിക്കാണ്ട് ഞാൻ ഇത്രയധികം തുക വിനിയോഗം ചെയ്തത് എൻ്റെ ഭാഗത്തുണ്ടായിരുന്ന തെറ്റാണ്, ഇനി മുതൽ ആവർത്തിക്കില്ല എന്ന ഒരു എളിമപ്പെടൽ ഐസക്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അങ്ങനെ എളിമപ്പെടുക മാത്രമല്ല, അപ്പോൾ ഈ പൈസ തിരിച്ച് തരാത്തത് കൊണ്ട് ഐസക്കിന് ജേക്കബിനോടൊരു ദേഷ്യം ഉള്ളിൽ വളർന്നു വരുന്നുണ്ടാവും. ആ വിദ്വേഷത്തിന് ജേക്കബ് കളയാൻ പറ്റണം. അതിന് ജേക്കബ് തിരിച്ചറിയേണ്ടത്, ഈ 35 ലക്ഷം രൂപ നഷ്ടപ്പെട്ടാൽ പോലും ദൈവം ഒരു പാഠം ജീവിതത്തിൽ ജേക്കബ് പഠിച്ചിരിക്കുന്നു എന്നതാണ്. അത് വലിയ അറിവാണ്. എന്താണ് ആ അറിവ്? ഞാൻ എൻ്റെ കുടുംബത്തോടും ദൈവത്തോടും ചോദിക്കാതെ ഇത്രയധികം പൈസ കൊടുക്കരുത്. അതുകൊണ്ട് ആ ഒരു അറിവ്, അപ്പോൾ 35 ലക്ഷം രൂപ വിലയായി കൊടുത്തു എന്ന് തന്നെ കരുതുക. എന്നിട്ട് ജേക്കബിനോടുള്ള വിദ്വേഷം മനസ്സിൽ നിന്ന് മാറ്റുക. അച്ഛൻ പറയണ, ചിലപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺ വരാൻ സമയമില്ലാതെ എടുക്കുന്നത് കൊണ്ട്, ഐസക്കിനെ കാണാനായിട്ട് വിഷമുള്ളത് കൊണ്ട് മുഖം മറച്ച് നടക്കുന്നതാകാം. പക്ഷേ അതേസമയം തന്നെ ഈ വിദ്വേഷം ജേക്കബിനോട് വെച്ച് പുലർത്തിയാൽ ഒരിക്കലും രക്ഷപ്പെടാനാകാത്ത വിധം മനസ്സ് തകർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ജേക്കബിന് വേണ്ടി പ്രാർത്ഥിക്കുകയും, ഈ 35 ലക്ഷത്തിൻ്റെ പേരിൽ ഞാൻ നീയുമായിട്ടുള്ള നിൻ്റെ സൗഹൃദം ഞാൻ മനസ്സിൽ ഉപേക്ഷിക്കില്ല എന്ന ഉന്നതമായൊരു സ്നേഹത്തിലേക്ക് വളരുകയും ചെയ്യുമ്പോൾ ദൈവം ജേക്കബിന് കിട്ടാനുള്ള തുക തിരിച്ചു കിട്ടാനുള്ളൊരു സാഹചര്യം ഒരുക്കും എന്നാണ് പനക്കലച്ചന് പറയാനുള്ളത്.
അച്ഛാ ഇതുപോലത്തെ നൂറുകണക്കിന് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ട് ആ ഒരു തടസ്സം വന്നു. അതിനുശേഷം ആ പണം ഏതൊരു വിധത്തിൽ തിരിച്ചു കിട്ടുമ്പോൾ ഐസക്കിന് മനസ്സിലാകും ദൈവമാണ് മടക്കി തന്നതെന്ന്. അതല്ല, ഒരു തടസ്സമൊന്നും ഇല്ലാതെ ആ പണം മടക്കി കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുത്തു, എനിക്ക് മടക്കി കിട്ടി എന്നായിരിക്കും ഐസക്ക് ചിന്തിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു റോള് ദൈവം ഐസക്ക് അനുവദിക്കാത്ത ഒരു റോള് ദൈവം ഇതിനകത്ത് പ്രകാശിപ്പിച്ചു കൊണ്ട് വന്നിരിക്കുന്നു എന്ന് വേണം ഈ എഴുത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ അച്ഛൻ പറയുന്ന ഒരു പ്രത്യാശ നൽകുകയാണ് അച്ഛൻ എന്ന് പറഞ്ഞാൽ ദൈവം ഈ നമ്മുടെ ഭാഗത്ത് നിന്ന് മാറ്റം ഉണ്ടാകുമ്പോൾ ദൈവം തീർച്ചയായിട്ടും ഇടപെടും. അച്ഛ ഇതുപോലുള്ള ഐസക്കിന് വേണ്ടിയും അനേകം പേർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. കാരണവനായ കർത്താവേ, സ്നേഹമുള്ള ഈശോയെ, പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് അനേകം വ്യക്തിബന്ധങ്ങൾ തകർന്നു, അനേകം പേര് ആത്മഹത്യയിലേക്കും അനേകം പേര് വഞ്ചിക്കപ്പെട്ട അനുഭവത്തിൻ്റെ ക്രൂരമായ വേദനയിലേക്കും വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്രകാരം ഒരു എഴുത്ത് ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്യുവാൻ അവിടുന്ന് അനുവദിച്ചു. സമാന ദുഃഖത്തിനും വേദനയും കഴിയുന്ന ആളുകൾ ഞങ്ങളെ കേൾക്കുന്ന ഈ നിമിഷം, ദൈവമേ, സമ്പത്ത് ദൈവത്തിന് ദാനമാണെന്നും അത് ഞങ്ങൾ ഉപയോഗിക്കുമ്പോഴൊക്കെ ദൈവത്തോട് ഒന്ന് ആലോചന ചോദിക്കുവാനും ആ ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് വെളിപ്പെട്ട് കിട്ടുന്നത് കൂട്ടായ്മയിൽ ആലോചിക്കുമ്പോഴാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം തന്ന കുടുംബമെന്ന കൂട്ടായ്മയിൽ എല്ലാ കാര്യങ്ങളും ആലോചിച്ചും ചർച്ച ചെയ്തും അങ്ങനെ പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അത്തരം ചർച്ചകളിലൂടെ കുടുംബത്തിലെ ഓരോ അംഗവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന ബോധം ഉണ്ടാകുവാൻ ഇടയാകുന്നു. അങ്ങനെ അംഗങ്ങളെയും ഭാര്യയും കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് അത് ഇടയാക്കുന്നു. ദൈവനാഥ, ഇത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങൾ വേദനയുടെ ഈ തീരത്ത് നിന്നുകൊണ്ട് മനസ്സിലാക്കുന്നു. ദൈവമേ, നീ ഏറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു. ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. എല്ലാം നിന്റെ ദാനമാണ്, ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. പനക്കലച്ചനോട് ചോദിക്കാം എന്ന ഈ പരിപാടി ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ചെയ്ത എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ പനക്കലച്ചനുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഉചിതമായ സമയത്ത് പനക്കലച്ചൻ വായിച്ച് മറുപടി നൽകുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡ് വരുന്നതുവരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്.